Hi friends, I am Ajikumar, the English trainer from English Academy, Pathanamthitta. The topic, why does the English language is important to Keralites? എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് കേരളൈറ്റ്സിനെ സംബന്ധിച്ച് പ്രാധാന്യമുള്ളത്? See, we are 3.5 crore people. Think of 4 crore people in Kerala. We have the mother tongue, Malayalam. So, how many students, how many new generation or coming generation, അടുത്ത് വരുന്ന ജനറേഷനിൽ എത്ര പേർ അവരുടെ അക്കാഡമിക് ലാംഗ്വേജ് ആയിട്ട് മലയാളം ഉപയോഗിക്കുന്നു? ഹൗ മെനി സ്റ്റുഡൻസ് ഇൻ കേരള നൗ ഡേയ്സ് യൂസ്ഡ് മലയാളം ആസ് ദെയർ അക്കാഡമിക് ലാംഗ്വേജ്? തിങ്ക് ഓഫ് ഫ്രം LKG ടു ഗ്രാജുവേഷൻ ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ. ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒന്നും കേരളത്തിലില്ല. നമ്മൾ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുക്കാൻ വേണ്ടി കേരളത്തിന് പുറത്തു പോകും. അടിസ്ഥാന വിദ്യാഭ്യാസം കേരളത്തിൽ ശക്തമാണ്, പക്ഷേ ഹയർ എഡ്യൂക്കേഷൻ വലിയ പൊളിയാണ്. ഹയർ എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കേരളത്തിൽ നമ്മളുടെ ഫാക്കൽറ്റീസ്, നമ്മളുടെ ടീച്ചേഴ്സ് അവർ ശരിക്കും കഴിവുള്ളവരല്ല. നമ്മുടെ ഫാക്കൽറ്റീസ് പ്രത്യേകിച്ചും കഴിവുള്ളവരല്ല. അപ്പം ഗ്ലോബൽ ലാംഗ്വേജ് എന്നുള്ളതിലുപരിയായിട്ട് ഇംഗ്ലീഷ് ഈസ് ആൻ അക്കാഡമിക് ലാംഗ്വേജ് ഫ്രം LKG ടു 12th. അതേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നുള്ളൂ. അതിനുശേഷമുള്ള പ്രൊഫഷണൽ ഡിഗ്രി എല്ലാം, പ്രൊഫഷണൽ കോഴ്സസ് എല്ലാം കേരളത്തിന് പുറത്താണ്. രക്ഷപ്പെടണമെന്ന് വിചാരിക്കുന്ന കുട്ടികൾ പോകും. സോ +2 വരെയുള്ള വിദ്യാഭ്യാസത്തിനെ കുറിച്ച് കേരളത്തിൽ ചിന്തിച്ചാൽ അത് കഴിഞ്ഞ് കേരളത്തിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഫാക്കൽറ്റി ഇല്ല. സത്യമല്ലേ? സോ ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഹിയർ ടിൽ +2. നമ്മുടെ കുട്ടികളുടെ അക്കാഡമിക് ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിനകത്ത് വേണ്ടത്ര കഴിവില്ലാത്തതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ നമ്മുടെ കുട്ടികൾ ഈ വർഷം 8ാം ക്ലാസ്സിൽ തോറ്റിട്ട് രണ്ടാമത് വീണ്ടും പരീക്ഷ എഴുതും. ആം ഐ റൈറ്റ്? വി സെൻഡ് അവർ സ്റ്റുഡൻസ് ടു ഇംഗ്ലീഷ് മീഡിയം, ബട്ട് ദേ ഡോണ്ട് നോ വാട്ട് ഇംഗ്ലീഷ് ആൻഡ് ഹൗ ടു യൂസ് ഇംഗ്ലീഷ്, how our mother tongue Malayalam is different from English. That is an alarming fact. That's the first problem, first difficulty that was faced by our students. When you don't solve this problem, that is language problem, your student may be a lot of troubles. They are dipped into troubles because language is problem. They don't get informations, ideas from the textures or outside the textures or from the teachers about their topics. See, government provide a syllabus, and the syllabus text, everything is in English, and we are trying to teach them physics or other knowledge subjects in this language. So the first or foremost problem of a student who is studying in Kerala is nothing but language problem. The language problem is visibly seen in their schools. That is 8th, 9th, when they began to go advanced science, advanced mathematics, the language become their only problem. Language is the problem there. 8th തൊട്ട് കുട്ടികളെ സംബന്ധിച്ച് നമ്മുടെ സിലബസ് കുറച്ചുകൂടി അഡ്വാൻസ്ഡാണ്. അപ്പോൾ ലാംഗ്വേജ് ആണ് അവരുടെ ഏക പ്രോബ്ലം. ഇത് സെറ്റ് ചെയ്യാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. നിങ്ങൾ തമിഴ്നാടോ കർണാടകയോ ഒക്കെ പോവുക, അവിടുത്തെ പ്രൊഫഷണൽ കോളേജുകൾ എങ്ങനെയാണ് പോകുന്നത്, അവിടുത്തെ കുട്ടികൾ കുറച്ച് പഠിക്കുന്നെങ്കിൽ അതെങ്ങനെയാണ് പഠിക്കുന്നത്, ഏത് ലാംഗ്വേജിലാണ് പഠിക്കുന്നത്? നമുക്ക് 3 ലാംഗ്വേജ് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ഈ 3 ലാംഗ്വേജ് നമുക്ക് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓൾറെഡി എവരിവൺ നോ മലയാളം, ദേ നോ ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ മലയാളം, റീഡ് ആൻഡ് റൈറ്റ്. അതിനെ അഡ്വാൻസ് ആയിട്ട് ആർക്കും പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഇംഗ്ലീഷിനകത്തൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ബേസിക്, പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള നോളജ്. ഇംഗ്ലീഷിൽ അഡ്വാൻസ് ആയിട്ട് നോളജ് ഇല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ അവരുടെ അക്കാഡമിക് തലത്തിൽ പരാജയപ്പെടും. കേരളത്തിൽ കുട്ടികൾ അക്കാഡമിക് തലത്തിൽ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം അവർക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല.
അക്കാഡമിക് തലത്തിൽ അവർ മുമ്പോട്ട് ഒരുപാട് തിളങ്ങുന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യം അവർക്ക് ഇംഗ്ലീഷ് അറിയാം. റൈറ്റ്?